ഒന്ന് രണ്ടുമല്ല 10 ഭീമന്മാർ, അതും 10 വനിതകൾ. കൊച്ചിയിലെ ചങ്ങമ്പുഴ പാർക്കിലായിരുന്നു കളിവിളക്കിന് മുന്നിലെ ഈ അപൂർവത. മഹാഭാരതത്തിലെ ഭീമൻ കഥകളിൽ വിവിധ ഭാവങ്ങളിൽ നിറഞ്ഞാടി 10 പേരിലൂടെ. ഭീമന് പ്രാധാന്യമുള്ള കീചകവധം, കല്യാണ സൗഗന്ധികം, ബലവധം, ദുര്യോധനവധം എന്നിവയാണ് ഭീമം കരുണാകരത്തിന്റെ വേദിയിലെത്തിയത്. പ്രശസ്ത കഥകളി കലാകാരിയും തൃപ്പൂണിത്തുറ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണുമായിരുന്ന രഞ്ജിനി സുരേഷിന്റെ ശിഷ്യരാണ് ഭീമന്റെ വിവിധ ഭാവങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഭീമൻ്റെ തന്നെ പല ഭാവങ്ങൾ, അതായത് പ്രണയവും രൗദ്രവും വീരവും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഓരോ കഥകളിലെ ഭഗവതം, കല്യാണ സൗഗന്ധികം, ദുര്യോധനവധം, കീചകവധം, വലലൻ ആ കഥാപാത്രം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഭീമന്മാരെ നമ്മൾ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ഭഗവതത്തിൽ തുടങ്ങി രൗദ്രഭീമനിൽ അവസാനിക്കുന്ന പോലെ എല്ലാം വിദ്യാർത്ഥിനികളാണ്. ഒരു പുരുഷൻ മാത്രമാണ് എൻ്റെ വിദ്യാർത്ഥിയായിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹവും ഭഗൻ കഥാപാത്രമാണ് കൈകാര്യം ചെയ്യുന്നത്. എല്ലാ തരത്തിലുള്ള വേഷങ്ങളും കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കുക എന്നുള്ള ഒരു വിചാരം കൂടിയാണ് ഞങ്ങൾ ഈ ഒരു സംരംഭത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. കലാമണ്ഡലം വൈക്കം കരുണാകരൻ സ്മാരക കഥകളി വിദ്യാലയമാണ് പരിപാടി അവതരിപ്പിച്ചത്. ചെറുപ്പക്കാർ മാത്രമല്ല, നിരവധി മുതിർന്നവരും കഥകളിയോടുള്ള ഇഷ്ടത്തിൽ ഇവിടെ അഭ്യസിക്കാനെത്തുന്നുണ്ട്. ടീച്ചർ കഥയൊക്കെ പറഞ്ഞു തരും, എന്നിട്ട് അത് മുദ്രയൊക്കെ പറഞ്ഞു തന്നിട്ട് അത് കാണിച്ചു, എന്നിട്ട് അത് കാലും കൈയൊക്കെ മൊത്തത്തിൽ പഠിക്കും. എൻ്റെ മക്കളാണ് എന്നുള്ള പോലെയാണ് അവർ. എന്നെക്കാളും പ്രായമുണ്ടോ പ്രായമില്ലയോ എന്നുള്ളതല്ല, എൻ്റെ കുട്ടികളുടെ പോലെ, ഒരമ്മയുടെ മക്കളുടെ പോലെയാണ് അവർ. എൻ്റെ ഒപ്പം കുട്ടികളെ കളിയാക്കി ഭൂതഗണങ്ങൾ എന്ന് വിളിക്കും. എൻ്റെ പിള്ളേരെ എൻ്റെ ഭൂതഗണങ്ങൾ എന്നാണ് പറയുന്നത്. പക്ഷേ അത്രയേറെ സ്നേഹവും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു താല്പര്യവും, അവർ തമ്മിൽ ഭയങ്കര ഐക്യമാണ്. അതാണ് അവരുടെ ഏറ്റവും നല്ല സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒപ്പം അങ്ങനെ വാർത്തെടുത്തവരെ കൊണ്ടുപോകാൻ പറ്റിയെന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യവും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.